നമസ്കാരം, എൻ്റെ പേര് ബാദ്ഷാ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെ പറ്റിയാണ്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്, അതിതീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഇറാൻ ഇസ്രായേലിലേക്ക് തൻ്റെ 400ഓളം ബാലിസ്റ്റിക് മിസൈൽ വർഷിക്കുകയുണ്ടായി. ഇതിന് മുമ്പ് ഇസ്രായേൽ ഇറാനിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരെ, ആറ്റോമിക് എനർജിയുടെയും പിന്നെ സൈന്യത്തിൻ്റെയൊക്കെ തലവന്മാരെ വധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ തൻ്റെ 400ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വർഷിക്കുകയുണ്ടായി. പിന്നെ അപ്പോൾ ലോകരാജ്യങ്ങളുടെ കണക്ക് പരിശോധിക്കാൻ നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ഇതിനു മുമ്പ് വളരെയധികം സംഘർഷത്തിലായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇരു രാജ്യങ്ങൾ പോവുകയാണ്. അതുപോലെ തന്നെ ഫലസ്തീൻ്റെ പ്രശ്നമാണെങ്കിലും ഇസ്രായേലിൻ്റെ പ്രശ്നമാണെങ്കിലും ഇസ്രായേൽ 1948 നമുക്ക് രൂപീകരിച്ചു തരാം. സ്വന്തമായിട്ടൊരു ഭൂമി പോലും ഇല്ലാത്ത ആളുകളായിരുന്നു ജൂതന്മാർ. ബാൽഫർ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1948 ഇസ്രായേൽ രൂപീകരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ രൂപീകരിച്ചിട്ട് പിന്നെ അവരങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയാണ് ഗൾഫ് വാർ ഉണ്ടാകുന്നത്. ഗൾഫ് വാറിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം, ഇറാഖും ഇറാനുമാണ് ഫസ്റ്റ് ഗൾഫ് വാർ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെയും ഇറാനാണ് വിജയിക്കുന്നത്. സദ്ദാം ഹുസൈൻ ഇറാഖിൻ്റെ ചില ഭാഗങ്ങൾ ഇറാൻ്റെ ഭാഗമാണെന്ന് ആരോപിക്കുകയുണ്ടായി. പിന്നീട് ഇത് വലിയൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്നു. പക്ഷേ അവിടെയൊക്കെ ഇസ്രായേലിനാണ് വിജയമുണ്ടാകുന്നത്. ഇരു രാജ്യങ്ങളും വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. ഇസ്രായേലും ഇറാനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭൂവിസ്തൃതി തന്നെ നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. ഭൂവിസ്തൃതി പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേലിനേക്കാളും 10 ഇരട്ടിയോളം വലിപ്പമുണ്ടാകും ഇറാനിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറഞ്ഞാൽ. എന്നാൽ പട്ടാളത്തിൻ്റെ സൈന്യത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതും കൂടുതൽ ഇറാനായിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അത്യാധുനിക സാങ്കേതിക വിദ്യ, റഡാർ സംവിധാനം കൂടുതലായിട്ടുള്ളത് ഇസ്രായേലിനാണ്. അത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി കിട്ടിയതാണ്. ആണവായുധത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും ആണവായുധത്തിൽ വളരെയധികം മുൻപന്തിയിലാണ്. അപ്പോൾ ഈ ആണവായുധങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, 1945 നാഗസാക്കിയിലും അതുപോലെ തന്നെ ഹിരോഷിമയിലേക്ക് അണുബോംബുണ്ടായി. അതൊക്കെ വളരെയധികം ചെറിയ അളവിലായിരുന്നു. പക്ഷേ എത്രയോ ആളുകൾ അത് മൂലം മരണപ്പെടുകയുണ്ടായി. പക്ഷേ ഇപ്പോഴുള്ള ഈ അണുബോംബ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 10 ഇരട്ടി ആഘാതമുള്ളതായിരിക്കും. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും വളരെയധികം നഷ്ടമായിരിക്കും. മാത്രമല്ല, ഒരു രാജ്യത്തിൽ അണുബോംബ് വർഷിച്ചാൽ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് വരെ അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏത് രാജ്യങ്ങളും എത്ര വിപത്ത് സംഭവിച്ചാലും അണുവായുധം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ലോകം എന്തായാലും സമാധാനത്തിലേക്ക് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. കാരണം ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും അത് ഓരോ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇരു രാജ്യങ്ങളും ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ കളി എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അമേരിക്കക്ക് ഇതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകം നല്ലൊരു മാനവരാശി സമാധാനത്തിന് വേണ്ടി മുതിരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം. നന്ദി, ജയ് ഹിന്ദ്.